ഹലോ, ക്യൂബർനെറ്റ്സിൻ്റെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ നമ്മൾ ക്യൂബർനെറ്റ്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ ക്യൂബർനെറ്റ്സ് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്തു. ക്യൂബർനെറ്റ്സിൻ്റെ ആർക്കിടെക്ചർ മുതൽ നമ്മൾ പോഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ഡിപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതല്ലാതെ അതിലുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ, നെയിം സ്പേസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്തു. അപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് സംസാരിച്ച്, ഡിപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ നെയിം സ്പേസ് ഒക്കെ നമ്മുടെ മാനിഫെസ്റ്റ് ഫയൽ ഉപയോഗിച്ചിട്ട്, അതായത് YAML ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്തു, എഴുതിയായിരുന്നു അല്ലേ. അപ്പോൾ സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം kubectl. നമുക്ക് ജസ്റ്റ് നമ്മുടെ പോഡ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മൈ ആപ്പ് എന്ന് പറയുന്ന നമ്മുടെ നെയിം സ്പേസിൽ 2 പോഡ് ഉണ്ട്. അപ്പോൾ ഇത് സ്കെയിൽ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. സ്കെയിൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, kubectl സ്കെയിൽ ഡിപ്ലോയ്മെൻറ്റ് അല്ലേ. നമുക്ക് എന്താ സ്കെയിൽ ചെയ്യേണ്ടത്, ഡിപ്ലോയ്മെൻറ്റിൻ്റെ പേരെന്തായിരുന്നു, എൻജിനിക്സ് ഡിപ്ലോയ്. ഇതായിരുന്നു ഡിപ്ലോയ്മെൻറ്റിൻ്റെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു പേര്. നമ്മുടെ മാനിഫെസ്റ്റ് ഫയലിൽ നമ്മൾ കൊടുത്ത പേര് എൻജിനിക്സ് ഡിപ്ലോയ് അല്ലേ. ഏത് നെയിം സ്പേസിലാണ്, മൈ ആപ്പ് എന്ന് പറയുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ കസ്റ്റം നെയിം സ്പേസിലല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, റെപ്ലിക്കാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ക്ലോൺ, അല്ലാതെ നമ്പർ ഓഫ് കോപ്പീസ് നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അതായത് ഒരു പെർട്ടിക്കുലർ നമുക്കൊരു നീഡ് വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അപ്ലിക്കേഷൻ നമുക്കിങ്ങനെ സ്കെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലാണ്ട് നമുക്കൊരു ഇത്ര പെർട്ടിക്കുലർ അല്ലാണ്ട് ഇത്ര സ്പെസിഫിക് നമ്പർ ഓഫ് ക്ലോൺ റെപ്ലിക്ക നമുക്ക് വേണ്ടി വരും. അതൊക്കെ എന്തിനായിരുന്നു, നമ്മുടെ അപ്ലിക്കേഷൻ്റെ അവൈലബിലിറ്റി കൂട്ടാൻ, അതുപോലെ നല്ല ഹൈ ലോഡ് വർക്ക് ലോഡൊക്കെ ട്രാഫിക്കൊക്കെ വരുമ്പോൾ നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്കറിയാം 2 പോഡാണ് ആസ് ഓഫ് നോ ഇപ്പോൾ കറൻ്റ് ഉള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് 5 പോഡ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, കണ്ടോ നമ്മുടെ പോഡ് എന്ത് ചെയ്തു, സ്കെയിൽ ചെയ്തു അല്ലേ. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ വരുന്ന മറ്റൊരു ഫീച്ചർ, അതായത് ഡിപ്ലോയ്മെൻറ്റിൽ വരുന്ന മറ്റൊരു ഫീച്ചർ എന്താണെന്ന് പറയാം. നമ്മൾ ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ സംസാരിച്ചായിരുന്നു അല്ലേ. എന്തൊക്കെയാണ് ഡിപ്ലോയ്മെൻറ്റും പോഡും തമ്മിലുള്ള ഡിഫറൻസ്. ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ്. നമുക്കിതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിളാണ്. പോഡിൻ്റെ കേസ് എടുക്കുന്നതിന് നമുക്കറിയാം, പോഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമാൻഡ് ലൈനിലായാലും അതല്ല ഇനി മാനിഫെസ്റ്റ് ഫയൽ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതിലൊരു കണ്ടെയ്നർ എന്ത് ചെയ്യാൻ പറ്റും, അപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു പോഡ് ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു കണ്ടെയ്നർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അത്ര അതിന് കഴിയുള്ളൂ. അത് സ്കെയിൽ ചെയ്യുന്നതോ അല്ലാണ്ടെങ്കിൽ റോളിംഗ് ബാക്ക് അല്ലാണ്ടെങ്കിൽ റോളിംഗ് അപ്ഡേറ്റ്, ഇത്തരം ഫീച്ചേഴ്സ് അല്ലാണ്ട് സെൽഫ് ഹീലിംഗ് ഫീച്ചേഴ്സ് ഒന്നും ആർക്കില്ല, പോഡിനില്ല. ഫോർ എക്സാമ്പിൾ സെൽഫ് ഹീലിംഗ് അല്ലാന്നുണ്ടെങ്കിൽ സ്കെയിൽ ചെയ്യാനുള്ള ഫീച്ചർ അല്ലാതെ മറ്റേ നമുക്ക് എന്ത് പറയാം, റോളിംഗ് അപ്ഡേറ്റ്. ഓക്കെ, റോളിംഗ് അപ്ഡേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഫീച്ചറാണ് ഈ റോളിംഗ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോളിംഗ് ബാക്ക് അല്ലാണ്ട് റോൾ ബാക്ക്. ഇത്തരം ഫീച്ചേഴ്സൊന്നും ആർക്കില്ല, നമ്മുടെ പോഡിനില്ല. ഓക്കെ, അതായത് പോഡ് അത്ര ഫ്ലെക്സിബിൾ അല്ല, അത് നമ്മൾക്കറിയാം, നമ്മൾ ചെയ്ത് നോക്കിയതാണല്ലേ. ബട്ട് നമ്മൾ ഡിപ്ലോയ്മെൻറ്റിലോട്ട് വരുമ്പോൾ ഡിപ്ലോയ്മെൻറ്റിൽ ഇനി നമ്മൾ റെപ്ലിക്ക സെറ്റൊക്കെ വരുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ സെൽഫ് ഹീലിംഗ്, ഇതിലോട്ടൊക്കെ നമ്മൾ സെൽഫ് ഹീലിംഗ്. അതുപോലെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സ്കെയിലബിലിറ്റി അല്ലേ. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, 2 ബോർഡുള്ളത് 3 ആക്കി, 4 ആക്കി, 5 ആക്കി, 10 ആക്കി, അത് നമ്മൾ ഡൗൺ ചെയ്തു, അപ്പ് ചെയ്തു. ഈ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അപ്ലിക്കേഷനെ നമ്മൾ സ്കെയിൽ ചെയ്യാൻ നോക്കിയിരുന്നു അല്ലേ. അതുപോലെ തന്നെ റോളിംഗ് അപ്ഡേറ്റ്, റോൾ ബാക്ക്. ഇത്തരം ഫീച്ചേഴ്സൊക്കെ ആർക്കുണ്ട്, നമ്മളുടെ ഡിപ്ലോയ്മെൻറ്റിനുണ്ട്. ഓക്കെ, ഡിപ്ലോയ്മെൻറ്റിന് ഈ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്ഷനിലൊക്കെ ഇതുപോലെ കോഡ് മാനിഫെസ്റ്റ് ഫയലിൽ കൈൻഡ് എന്ന് പറയുമല്ലോ, നമ്മൾ മാനിഫെസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, അതിലൊരു കൈൻഡ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കൈൻഡ് നമ്മൾ പോഡൊന്നും ഇങ്ങനെ ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാറില്ല. കാരണം എന്താണ്, അതിന് ഫീച്ചേഴ്സ് കുറവാണ് അല്ല, നമുക്കറിയാം ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും, അല്ലാണ്ട് കൂടുതലായിട്ടും ഒരു
ഒരു 80% ഒക്കെ നമ്മൾ ഫുൾ എടുക്കുന്നത് ഡിപ്ലോയ്മെൻ്റ് ആയിരിക്കും. കാരണം എന്താ, ഡിപ്ലോയ്മെൻറ്റിന് ഇങ്ങനെ സ്കെയിൽ ചെയ്യാനും റോളിംഗ് അപ്ഡേറ്റുകൾ കൊണ്ടുവരാനും റോൾ ബാക്ക് സിസ്റ്റം അങ്ങനെ വേറെയും ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതിൽ റോളിംഗ് അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾക്കറിയാം, ഞാൻ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. എല്ലാ അടിച്ചാൽ deployment.yml ഉണ്ടല്ലേ. കാറ്റ് ഡിപ്ലോയ്മെൻറ്റിൻ്റെ അകത്ത് എന്താണ് നമ്മളിവിടെ കണ്ടെയ്നറിന് എന്ത് കൊടുത്തിരുന്നത്, മൈ എൻജിനിക്സ് അല്ലേ, നമ്മൾക്ക് വേണ്ട എൻജിനിക്സ് ആൽപൈന് വേണമെന്ന് നമ്മൾ കൊടുത്തിരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു റോളിംഗ് അപ്ഡേറ്റ് കൊണ്ടുവരാൻ നോക്കാം. അതായത് kubectl കമാൻഡ് അവിടെ kubectl ഗെറ്റ് പോഡ്സ്. ഓക്കെ, ഇപ്പോൾ 5 പോഡ് ഉണ്ടല്ലേ. അപ്പോൾ ഈ 5 പോഡും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇമേജ് ഏതായിരിക്കും, എൻജിനിക്സിൻ്റെ ആൽപൈൻ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഇമേജാണ്. നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ ആ ഇമേജിൽ ഒരു മാറ്റം വരുത്താം അല്ലേ. എൻജിനിക്സ് ഡോക്കർ ഇമേജ്. ഓക്കെ, എൻജിനിക്സ് ഒഫീഷ്യൽ ഇമേജ് ഡോക്കർ ഹബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എൻജിനിക്സിൻ്റെ വേറൊരു വേർഷൻ ചെറിയൊരു അപ്ഡേറ്റ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഞാൻ വരുത്താൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എൻജിനിക്സിൻ്റെ ആൽപൈനാണ്. നമുക്ക് എന്ത് ചെയ്യാം, 1.27.3 യൂസ് ചെയ്യാം. ഓക്കെ, 1.27.3. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നത്, kubectl സെറ്റ് ഇമേജ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിലുള്ള ഇമേജ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സെറ്റ് ഇമേജ് ഏതില്ല, ഡിപ്ലോയ്മെൻറ്റ് അല്ലേ. ഡിപ്ലോയ്മെൻറ്റ്, നമ്മുടെ ഡിപ്ലോയ്മെൻറ്റിൻ്റെ പേര് എന്താണ്, എൻജിനിക്സ് ഡിപ്ലോയ് അല്ലേ. എൻജിനിക്സ് ഡിപ്ലോയ്. നമ്മുടെ നെയിം സ്പേസ്, ഇൻ ദ നെയിം സ്പേസ് മൈ ആപ്പ് അല്ല, മൈ ആപ്പിൽ എനിക്ക് എന്ത് ചെയ്യണം, അത് ചേഞ്ച് ചെയ്യണം. -- ഇമേജ് ഈക്വൽ എൻജിനിക്സ്. ഞാൻ എന്ത് ചെയ്യണം, സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. കണ്ടോ, എൻജിനിക്സ് 1.27.3. ഓക്കെ, കണ്ടോ, kubectl സെറ്റ് ഇമേജ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമേജ് സെറ്റ് ചെയ്യുന്നു എവിടുത്തെ, നമ്മുടെ ഡിപ്ലോയ്മെൻറ്റിൻ്റെ അല്ലേ. ഡിപ്ലോയ്മെൻറ്റിൻ്റെ പേര് കൊടുത്തു, ഏത് നെയിം സ്പേസിലാന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. അടുത്ത് എന്ത് ചെയ്തു, നമ്മളൊരു ഇമേജ് ഫ്ലാഗ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഇമേജ് എന്ത് ചെയ്യാണ്, നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, എൻ്റർ അടിച്ചു. ഓക്കെ, kubectl സെറ്റ് ഇമേജ് --help ഫോർ യൂസേജ്. എന്താണ് ഇഷ്യൂ, kubectl --help സെറ്റ് ഇമേജ് വേർഷൻ പ്ലഗിൻ ലേബൽ annotate set image set specific features on object. Okay, സെറ്റ് ഇമേജ് നമുക്ക് ഒഴിവാക്കി നോക്കാം. സെറ്റ് ഡിപ്ലോയ്മെൻറ്റ്. kubectl വീണ്ടും എററാണ്, വീണ്ടും ഒന്നും കൂടെ നോക്കാം. kubectl സെറ്റ് ഇമേജ് ഇവിടെ നമ്മൾ കൊടുക്കണം കമാൻഡിൽ. സെറ്റ് ഇമേജ് ഡിപ്ലോയ്മെൻറ്റ് എൻജിനിക്സ് ഡിപ്ലോയ്. നമ്മുടെ നെയിം സ്പേസ് പറഞ്ഞു കൊടുത്തു, --ഇമേജ് എൻജിനിക്സ്. ഓക്കെ, നമ്മളിവിടെ കൊടുക്കേണ്ടത് --ഇമേജ് അല്ല, സോറി, ചെറിയൊരു മിസ്റ്റേക്ക്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കണ്ടെയ്നറിൻ്റെ നെയിം കൊടുക്കണം. ഓക്കെ, കാറ്റ് deployment.yml. നമ്മുടെ കണ്ടെയ്നറിൻ്റെ പേര് എന്തായിരുന്നു, മൈ എൻജിനിക്സ് അല്ലേ. കണ്ടെയ്നേഴ്സിൽ നമ്മൾ എന്താണ് അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ നെയിം മൈ എൻജിനിക്സ് ആയിരുന്നു. സെയിം കമാൻഡ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു നെയിം ജസ്റ്റ് ഈ ഒരു ഫ്ലാഗ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈ എൻജിനിക്സ് അല്ലേ, മൈ എൻജിനിക്സ് ജസ്റ്റ് കൊടുത്തു, എൻ്റർ അടിച്ചു. അൺനോൺ കമാൻഡ് ഡിപ്ലോയ്മെൻറ്റ് എൻജിനിക്സ് ഡിപ്ലോയ് മൈ എൻജിനിക്സ്. deployment nginx my nginx image nginx alpine nginx. ഓക്കെ, നമ്മൾ ഇവിടെ 1 ഡോട്ടിന് പകരം കോമയാണ് ഇട്ടേക്കുന്നത്. 1.27.3. ഇവിടെ നമ്മൾ വീണ്ടും ഇമേജ് ഇട്ട് കൊടുക്കാൻ മറന്നു കമാൻഡിൽ. ഇമേജ് .
image deployment. kubectl set image deployment നമ്മളുടെ nginx deploy അല്ലേ, നമ്മളുടെ നെയിം സ്പേസ് മൈ ആപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കണ്ടെയ്നറിൻ്റെ പേര് my nginx ഈക്വൽ nginx 1.27.3. ഓക്കെ, എൻ്റർ അടിച്ചു. കണ്ടോ ഇപ്പോൾ പ്രോപ്പറായി ഡിപ്ലോയ്മെൻറ്റ് ആപ്പ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, kubectl get pods. വേഗം നമുക്ക് പോഡ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കണമെന്ന്. കണ്ടോ, ടെർമിനേറ്റിംഗ് റണ്ണിങ് കണ്ടെയ്നർ ക്രിയേറ്റിംഗ്. അതായത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, കുറച്ചെണ്ണം ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട്, കുറച്ചെണ്ണം എന്താണ് റണ്ണിങ് ആണ്, മറ്റു കുറച്ച് പോഡുകൾ എന്താണ് കണ്ടെയ്നർ ക്രിയേഷനാണ് അല്ലേ. അത് ശ്രദ്ധിച്ചോ, ഇപ്പോൾ ഇവിടെ എത്ര ഉണ്ട്, ഒരെണ്ണം 1 2 3 4 5 6 7 8 പോഡ് ഉണ്ട് അല്ലേ. നമുക്ക് ശരിക്കും 8 പോഡ് വേണ്ടല്ലോ, നമ്മൾ 8 പോഡ് കൊടുത്തിട്ടുണ്ടോ, ഇല്ല അല്ലേ, നമ്മൾ 5 പോഡേ കൊടുത്തിട്ടുള്ളൂ. ആ 5 പോഡ് നമുക്ക് ഇവിടെ കാണാം അല്ല, 5 പോഡേ ഉള്ളൂ, ബാക്കി 3 എന്തായിട്ടുണ്ട്, ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടോ, ഇതാണ് റോളിംഗ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്കിവിടെ ആൽപൈൻ കൊടുക്കാം. ഓക്കെ, അതായത് നമ്മുടെ അപ്ലിക്കേഷനിൽ നമ്മൾ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ റോളിംഗ് അപ്ഡേറ്റ് കണ്ടോ, ഞാൻ ആ ഒരു പുതിയ ചേഞ്ച് ഇവിടെ വരുത്തിയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, 1 2 3 4 അല്ലേ, ബാക്കി 3 ഇവിടെ എന്താണ് കണ്ടെയ്നർ ക്രിയേഷൻ. അതായത് നമ്മളൊരു ചേഞ്ച് വരുത്തുമ്പോൾ ഇപ്പോൾ നമ്മളുടെ അടുത്ത് എന്തുണ്ട്, 5 കണ്ടെയ്നർ ഉണ്ട് അല്ലേ, 5 പോഡ്സ് ഉണ്ട് അല്ലേ, 5 പോഡ്സ് ഉണ്ട്. ഞാനൊരു ചേഞ്ച് വരുത്തുമ്പോൾ എൻ്റെ നമ്മളുടെ എല്ലാ പോഡിലും ഒറ്റയടിക്ക് എന്ത് സംഭവിക്കില്ല, ആ ചേഞ്ച് വരില്ല. കണ്ടോ, ഞാൻ അത് അപ്ലൈ ചെയ്ത ടൈമിൽ നമ്മളുടെ 5 പോഡിലും സെയിം ടൈം അപ്ഡേറ്റ് റിഫ്ലക്റ്റ് ആവില്ല. എന്ത് ചെയ്യുള്ളൂ ക്യൂബർനെറ്റ്സ്, ആദ്യം ഒരെണ്ണത്തിലോ 2 ആ ഒരു പുതിയ ചേഞ്ച് വരുത്തും. ഓക്കെ, ബാക്കി 3 എന്തായിരിക്കും, സ്റ്റിൽ പഴയ വേർഷനിൽ നമ്മുടെ അപ്ലിക്കേഷൻ അവിടെ റണ്ണിങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ അവിടെ ഡൗൺ ആവില്ല. കണ്ടോ, അങ്ങനെ പയ്യെ റോൾ ചെയ്തുകൊണ്ടേ അപ്ഡേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു തവണയും കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട് 1 2 3 4 5 നമ്മളുടെ റെപ്ലിക്കാസിൽ കൊടുത്ത പോലെ 5 കണ്ടെയ്നർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആൽപൈന് മാറ്റിയിട്ട് വീണ്ടും 1.27.3 എന്ന് പറയുന്ന എൻജിനിക്സിൻ്റെ വേർഷൻ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഈ പുതിയ വേർഷൻ ഒറ്റയടിക്ക് എന്ത് സംഭവിക്കത്തില്ല, ഈ 5 ചേഞ്ചസ് കൊണ്ടുവരില്ല. ഓക്കെ, അപ്പോൾ മേ ബി 5 ചേഞ്ച് കൊണ്ടുവന്നെന്ന് വിചാരിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 5 പോഡ് എന്താവും, ഡെഡായി പോകും അല്ല, അല്ലാണ്ട് ക്രാഷ് ആയി പോകും. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ അവിടെ ഡൗൺ ആവും. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം ക്യൂബർനെറ്റ്സ് എന്ത് ചെയ്യും, ഇവിടെ ചെറിയൊരു കളി കളിക്കും. അതിനാണ് നമ്മൾ റോളിംഗ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ക്യൂബർനെറ്റ്സ് എന്ത് ചെയ്യത്തുള്ളൂ, ആദ്യം കുറച്ചെണ്ണത്തിൽ ഈ അപ്ഡേറ്റ് വരുത്തും, ബാക്കിയുള്ള കുറച്ചെണ്ണം എന്തായിരിക്കും, നമ്മുടെ പഴയ ആ ഒരു റണ്ണിങ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെയൊക്കെ ഇത് റണ്ണിങ് ആണ്, ഇവിടെ ഒരെണ്ണം ടെർമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്, പുതിയ ഒരെണ്ണം നമ്മുടെ കണ്ടെയ്നർ ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പയ്യെ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ഫീച്ചറാണ്. ഇത് മറ്റ് പോഡൊന്നും ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ മാനിഫെസ്റ്റ് ഫയലിൽ കൈൻഡ് ഡിപ്ലോയ്മെൻറ്റ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ഓക്കെ ആയിട്ടുണ്ടാവണം. കണ്ടോ, ഇപ്പോൾ എല്ലാതും എന്തായി, ഇഷ്യൂസ് ഒന്നുമില്ല, എറർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ 5 പോഡിലും നമ്മുടെ ഒരു പുതിയ ആ ഒരു വേർഷൻ ആയിരിക്കും ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് റോളിംഗ് അപ്ഡേറ്റ്. കണ്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ക്യൂബർനെറ്റ്സ്. നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. അതായത് ഇങ്ങനെ കാണുമ്പോൾ ഓരോ അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നത്, നമുക്ക് സ്കെയിൽ ചെയ്യേണ്ട ടൈമിൽ നമ്മൾ സ്കെയിൽ ചെയ്യുന്നത് അല്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ ഇപ്പോൾ നമ്മൾ 5 കിടക്കുന്നത് അല്ലേ, നമുക്ക് റെപ്ലിക്കാസ് എന്ത് ചെയ്യാം, 5 വേണ്ട, നമുക്ക് 3 മതി. കണ്ടോ, 3 കൊടുത്തു, 3 ആയി. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ ഡോക്കർ കണ്ടെയ്നറിൻ്റെ മുകളിൽ വരുന്ന ഒരു അബ്സ്ട്രാക്ഷനാണ് പോഡ്. പോഡിൻ്റെ മുകളിലാണ് ഡിപ്ലോയ്മെൻറ്റ് വരുന്നത്. ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആളൊരു ബോസാണ്. ഓക്കെ, നമ്മുടെ പോഡിനെയും ഡോക്കർ കണ്ടെയ്നറിനൊക്കെ മാനേജ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു റിസോഴ്സാണ് എന്ത്, ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞത്.
അതുപോലെ നമ്മൾക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മൾ റെപ്ലിക്കാസ് നമ്മൾ എന്താണെന്ന് നോക്കിയല്ലേ. റെപ്ലിക്കാസ് നമുക്ക് മനസ്സിലായി. അതായത് നമ്മുടെ ഡോക്കർ കണ്ടെയ്നേഴ്സിൻ്റെ നമ്പർ ഓഫ് കോപ്പിനെയാണ് നമ്മൾ റെപ്ലിക്കാസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ റെപ്ലിക്കേഷൻ കൺട്രോളർ ഉണ്ട്. റെപ്ലിക്കേഷൻ കൺട്രോളർ, അതും റെപ്ലിക്ക സെറ്റ് ഉണ്ട്. റെപ്ലിക്കേഷൻ കൺട്രോളർ, റെപ്ലിക്കേഷൻ കൺട്രോളർ. ഓക്കെ, അപ്പോൾ റെപ്ലിക്കേഷൻ കൺട്രോളർ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഓൾഡസ്റ്റ് വേ ആണ്. ഓക്കെ, ഇത് ആക്ച്വലി ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കുറച്ച് ഡീപ്പായിട്ടൊന്നും കാര്യം നോക്കുന്നില്ല. കാരണം റെപ്ലിക്കേഷൻ കൺട്രോളൊക്കെ നമ്മൾ ഒരുപാട് മുന്നൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആരും ഈ റെപ്ലിക്കേഷൻ കൺട്രോളർ യൂസ് ചെയ്യാറില്ല. പകരം ഇതിനെ റീപ്ലേസ് ചെയ്തത് ആരാണ്? റീപ്ലേസ്ഡ് ബൈ റെപ്ലിക്ക സെറ്റ്. റെപ്ലിക്ക സെറ്റ്. അപ്പോൾ റെപ്ലിക്കേഷൻ കൺട്രോളർ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് പഴയ ഒരു മോഡലാണ്, അല്ലാണ്ട് ഒരു ഓൾഡ് വേർഷനാണ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് എല്ലാവരും ക്യൂബർനെറ്റ്സിൽ യൂസ് ചെയ്യുന്നത് റെപ്ലിക്ക സെറ്റ്. ഒരുപാട് മുന്നേ എന്ത് ചെയ്തു, ഈ റെപ്ലിക്കേഷൻ കൺട്രോളൊക്കെ ചെറിയ രീതിയിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് വേണ്ടത് റെപ്ലിക്ക സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് റെപ്ലിക്ക സെറ്റാണ്. മേ ബി ഇതൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കാം. റെപ്ലിക്കേഷൻ കൺട്രോളർ യൂസ് ചെയ്യാറുണ്ടോ, അതിനെ റീപ്ലേസ് ചെയ്തത് എന്താണ്, റെപ്ലിക്ക സെറ്റാണ്. ഇതൊക്കെ ഒരു ചെറിയ രീതിയിലൊരു ക്വസ്റ്റ്യൻ പോലെ തന്നെ നമ്മൾക്കൊക്കെ ചോദിക്കാവുന്ന ഒരു രീതിയാണ് ഈ റെപ്ലിക്ക സെറ്റ്. ഓക്കെ, അപ്പോൾ റെപ്ലിക്കേഷൻ കൺട്രോളർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റെപ്ലിക്ക സെറ്റ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ എന്തും ചെയ്യാൻ പോകുന്നത്. റെപ്ലിക്ക സെറ്റും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. റെപ്ലിക്ക സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത് ഒക്കെ എന്താണ്, ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇപ്പോൾ നമുക്കറിയാം പോഡ് ഉപയോഗിച്ചിട്ടും ഇപ്പോൾ മാനിഫെസ്റ്റ് ഫയലിൽ കൈൻഡ് പോഡ് എന്നൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ കണ്ടെയ്നറിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ആപ്ലിക്കേഷനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡിപ്ലോയ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ വേറൊരു കാര്യം കൂടി നമുക്കറിയാം, പോഡിന് ഒരുപാട് ഫീച്ചേഴ്സ് കുറവാണ് അല്ലേ. ഇതുപോലെ റോളിംഗ് അപ്ഡേറ്റോ സ്കെയിലിങ്ങോ കാര്യങ്ങളൊന്നും പോഡിന് ഡയറക്റ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ബട്ട് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം ഒരുപാട് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ റെപ്ലിക്ക സെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റെപ്ലിക്ക സെറ്റിന് ഡിപ്ലോയ്മെൻറ്റിനേക്കാളും വലിയ രീതിയിലുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഡിപ്ലോയ്മെൻറ്റ് തന്നെയാണ് എന്ത്, നമ്മൾ പറഞ്ഞ പോലെ ബോസ് പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ കൂടുതലുള്ളത്. അപ്പോൾ റെപ്ലിക്ക സെറ്റ് എന്തായിരിക്കും അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, റെപ്ലിക്ക സെറ്റ് ഉപയോഗിച്ചിട്ടും നമ്മളുടെ ഒരു എൻജിൻസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്ലോയ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ റെപ്ലിക്ക സെറ്റ് ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് ഞാനൊന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്കറിയാം ഡിപ്ലോയ്മെൻറ്റിൻ്റെ ടൈമിൽ നമ്മൾ യൂസ് ചെയ്ത ഒരു ലേബൽ ഉണ്ടായിരുന്നു അല്ലേ, ലേബൽസ്. ഓക്കെ, ലേബൽസ് അതുപോലെ മാച്ച് ലേബൽസ് ഈ രണ്ട് കീവേഡ് അല്ലാണ്ട് ഈ രണ്ട് ആട്രിബ്യൂട്ട് നമ്മൾ നമ്മുടെ മാനിഫെസ്റ്റ് ഫയലിൽ യൂസ് ചെയ്തിരുന്നു. ലേബൽസും മാച്ച് ലേബൽസും അല്ല, നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും നമ്മൾ ലേബൽ കൊടുത്തിരുന്നു. വേറെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ cat deployment.yml എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ലേബൽസിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലേബൽ കൊടുത്തിരുന്നു ആപ്പ് എൻജിനിക്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെലക്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ലേബൽ മാച്ച് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ, നമ്മുടെ റെപ്ലിക്ക സെറ്റിന് ബ്രെയിൻ ഇല്ല. ഓക്കെ, അതായത് കാര്യമായിട്ട് പുള്ളിക്കാരന് ബുദ്ധി ഉപയോഗിച്ചിട്ടൊന്നും ചെയ്യത്തില്ല. ഓക്കെ, നമുക്ക് എന്താ പറയുക, നോ ബ്രെയിൻ.
നോ ബ്രെയിൻ. നോ ബ്രെയിൻ. പുള്ളി എന്ത് മാത്രം ചെയ്യുള്ളൂ? പുള്ളി റൂൾസ് മാത്രം ഫോളോ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതായത് ബുദ്ധിപരമായിട്ടൊന്നും ചെയ്യില്ല. ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ സ്കെയിലിങ്, അപ്ലിക്കേഷന് വേണ്ടപ്പോൾ സ്കെയിൽ ചെയ്യും, അല്ലാണ്ടെങ്കിൽ സെൽഫ് ഹീൽ ചെയ്യും, നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോളിങ് അപ്ഡേറ്റുകൾ നടത്താം, അല്ല ഇത്തരം ബുദ്ധിപരമായ കാര്യങ്ങളൊന്നും ആര് ചെയ്യത്തില്ല? നമ്മുടെ റെപ്ലിക്ക സെറ്റ് ചെയ്യത്തില്ല. ഓക്കെ, പുള്ളി ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ലേബൽസ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ലേബിൾ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ആപ്പ് എൻജിനിക്സ് എന്ന് പറയുന്ന ഒരു ലേബിള് ഞാൻ എൻ്റെ കണ്ടെയ്നേഴ്സിന് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആപ്പ് എൻജിനിക്സ്. പുള്ളി എന്ത് മാത്രം നോക്കുള്ളൂ? ഈ ലേബിളിൽ വരുന്ന കണ്ടെയ്നേഴ്സ് അവിടെ റണ്ണിങ് ആണോ അല്ലേ എന്ന കാര്യം മാത്രമേ ഈ റെപ്ലിക്ക സെറ്റ് ആക്ച്വലി കൺട്രോൾ ചെയ്യത്തുള്ളൂ. വേറെ അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ബുദ്ധിപരമായിട്ട് സ്കെയിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ റോളിങ് അപ്ഡേറ്റുകൾ, റോൾ ബാക്ക് സിസ്റ്റം, ഇത്തരം കാര്യങ്ങളൊന്നും ആര് ചെയ്യത്തില്ല? റെപ്ലിക്ക സെറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്ഷനിൽ ആൻഡ് അപ്ലിക്കേഷനിൽ ഡിപ്ലോയ്മെൻറ്റിനേക്കാളും കൂടുതൽ റെപ്ലിക്ക സെറ്റ് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഡയറക്റ്റ് റെപ്ലിക്ക സെറ്റ് മാത്രമായിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അതിനേക്കാളും കൂടുതൽ ഡിപ്ലോയ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ കൊണ്ടത്. ബട്ട് ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെപ്ലിക്ക സെറ്റ് ഡയറക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏത് സിറ്റുവേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആപ്പ് എൻജിനിക്സ് എന്ന ലാബിൽ വരുന്ന ആപ്പ് എൻജിനിക്സ്, ഈ ലാബിൽ വരുന്ന കുറച്ച് ഡോക്കർ കണ്ടെയ്നേഴ്സ് നമ്മളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഒരെണ്ണം ഉണ്ട്, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഓക്കെ, മൂന്നെണ്ണം ഉണ്ട്, 4, 5, 6. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്താണ്? 6 ഡോക്കർ കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഈ 6ൻ്റെയും ലേബൽ എന്താണ്? ആപ്പ് എൻജിനിക്സ് എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കും റെപ്ലിക്ക സെറ്റ് എന്ത് മാത്രം നോക്കത്തുള്ളൂ? ഞാൻ നേരത്തെ പറഞ്ഞു നോ ബ്രെയിൻ, പുള്ളിക്കാരന് വലിയ ബുദ്ധിയൊന്നുമില്ല, റൂൾസ് മാത്രം നോക്കത്തുള്ളൂ. റെപ്ലിക്ക സെറ്റിൻ്റെ YAML ഫയലിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും? ലാബിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും എത്ര എണ്ണം, അല്ലാണ്ട് 6 കണ്ടെയ്നർ ആണെങ്കിൽ 6 എണ്ണം. ഈ 6 എണ്ണം ക്ലസ്റ്ററിൽ അവൈലബിൾ ആണോ ഇല്ലേ എന്ന് മാത്രം പുള്ളിക്കാരൻ നോക്കുള്ളൂ. അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഒരെണ്ണം എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്ത് നിർത്തും. ഓക്കെ, ഈ ഒരു കാര്യം മാത്രമേ നമ്മളുടെ റെപ്ലിക്ക സെറ്റ് എന്ത് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? റെപ്ലിക്ക സെറ്റും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിലീറ്റ് -f deployment.yml. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. kubectl get pods നെയിം സ്പേസ് മെൻഷൻ ചെയ്ത്. ഓക്കെ, കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 5 എൻജിനിക്സിൻ്റെ ബോർഡ് നമ്മൾ ഈ ഒരു സിംഗിൾ കമാൻഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ സെർവറിൽ നിന്ന് പോകത്തില്ല, സെർവറിൽ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ബോർഡ് എന്ത് ചെയ്തു? നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? vim replica set.yml ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റെപ്ലിക്ക സെറ്റ് അല്ല, ഇവിടെ ജസ്റ്റ് റെപ്ലിക്ക സെറ്റ്, അതിൻ്റെ YAMLൻ്റെ ഒരു ഫോർമാഷൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. ഡിപ്ലോയ്മെൻറ്റ് എഴുതുന്ന പോലെ തന്നെയാണ്, കൂടുതൽ എന്താ പറയുക ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടോ, API വേർഷൻ, കൈൻഡ്, റെപ്ലിക്ക സെറ്റ് എന്ന് കൊടുക്കുന്ന, മെറ്റാഡാറ്റ, ഒരു നെയിം കൊടുക്കുന്ന, കണ്ടോ, ലാബിൽ കൊടുക്കുന്ന, അതിൻ്റെ സ്പെക്ക് കൊടുക്കുന്ന, ടെംപ്ലേറ്റ് കൊടുക്കുന്ന, ഇത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ്? API വേർഷൻ വേണം അല്ലേ? API വേർഷൻ ആപ്സ് v1. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കൈൻഡ് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? റെപ്ലിക്ക സെറ്റ് ആയതുകൊണ്ട് തന്നെ റെപ്ലിക്ക സെറ്റ്. ഓക്കെ, അടുത്തത് മെറ്റാഡാറ്റ നമുക്ക് എന്ത് കൊടുക്കാം? നെയിം. ഫസ്റ്റ് അതിനൊരു പേര് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻജിനിക്സ് റെപ്ലിക്ക സെറ്റ് എന്ന് തന്നെ കൊടുക്കാം. എൻജിനിക്സ് റെപ്ലിക്ക സെറ്റ്. ഓക്കെ, അപ്പോൾ പേര് കൊടുത്ത് അടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം? നെയിം സ്പേസ് എവിടെ വേണമെന്ന് പറഞ്ഞു കൊടുക്കാം അല്ല, ഏത് നെയിം സ്പേസിൽ വേണമെന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ മൈ ആപ്പ് എന്ന് പറയുന്ന നെയിം സ്പേസിൽ ക്രിയേറ്റ് ആവണമെന്ന് പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ലാബിൾസ് അല്ലേ? ലാബിൾസ് ഇവിടെ എങ്ങനെ കൊടുത്തത് ഉണ്ടോ?
നമ്മൾ മുന്നേ കൊടുത്തതുപോലെ തന്നെ ആപ്പ് ഗസ്റ്റ് ബുക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ ആപ്പ് എൻജിനിക്സ് എന്ന ലാബിൽ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിനും കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, സ്പെക്ക് അല്ലേ. സ്പെക്കിൽ എന്തൊക്കെ വേണം, സ്പെക്കിൽ അതിന് എത്ര റെപ്ലിക്ക വേണമെന്ന്. അപ്പോൾ ഇവിടെ 3 റെപ്ലിക്ക കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സാമ്പിൾ ചെയ്ത് നോക്കില്ലേ, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കല്ലേ. അപ്പോൾ റെപ്ലിക്കാസ് നമുക്ക് എന്ത് ചെയ്യാം, 3 എണ്ണം അല്ലേ. അതായത് ഈ എൻജിനിക്സിൻ്റെ 3 റെപ്ലിക്ക നമുക്ക് വേണം. 3 എന്ന് കൊടുത്ത് അടുത്തത് നമുക്ക് സെലക്ടർ അല്ലേ. സെലക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മാച്ച് ലേബൽസ്. ഓക്കെ, എന്താണ് മാച്ച് ചെയ്യേണ്ടത്, നമ്മളുടെ ആപ്പ് എൻജിനിക്സ് അല്ല, ഇതായിരുന്നു നമ്മളുടെ ലാബിൽ, ഇതാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ടെംപ്ലേറ്റ് അല്ലേ. കണ്ടോ, റെപ്ലിക്കാസ് നമ്മൾ കൊടുത്തു, സെലക്ടർ കൊടുത്തു, മാച്ച് ലേബൽസ് കൊടുത്തു, ആ ലാബിൽ എന്താണെന്ന് കൊടുത്തു. നെക്സ്റ്റ് ടെംപ്ലേറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് അതിൻ്റെ മെറ്റാഡാറ്റ കൊടുക്കണം, ലാബിൽ കൊടുക്കണം, അടുത്ത സ്പെക്ക്, അത്രേ ഉള്ളൂ. ഓക്കെ, ടെംപ്ലേറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് എന്ത് കൊടുക്കണം, നെയിം അല്ലേ, നെയിം അല്ല മെറ്റാഡാറ്റ, സോറി നെയിം അല്ല മെറ്റാഡാറ്റ, ടെംപ്ലേറ്റിൻ്റെ മെറ്റാഡാറ്റ ഇവിടെ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്, ലാബിൽ, അതിൻ്റെ ലാബിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ലേബൽസ് ആപ്പ് എൻജിനിക്സ് അല്ലേ. നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കണ്ടെയ്നറിൻ്റെ സ്പെക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്പെക്ക്. ഓക്കെ, കണ്ടെയ്നർ നെയിം ഇമേജ് സ്പെക്ക്, കണ്ടെയ്നേഴ്സിൻ്റെ നെയിം കൊടുക്കാം. നമുക്ക് എന്താ അറിയാം, ജസ്റ്റ് മൈ എൻജിനിക്സ് എന്ന് തന്നെ കൊടുക്കാം. മൈ എൻജിനിക്സ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, എൻജിനിക്സിൻ്റെ ആൽപൈൻ ഇമേജ് ഞാൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യാം, പോർട്ട്സ് അല്ലേ, പോർട്ട് മെൻഷൻ ചെയ്യാം. കണ്ടെയ്നർ പോർട്ട് 80 പോർട്ടിൽ റൺ ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് പറഞ്ഞു കൊടുത്തു, ഞാനത് സേവ് ചെയ്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, kubectl apply -f നമ്മളുടെ replica set.yml bad request creating replica set in version v1 cannot be handled because decoding error spec.template spec containers 0 port 0 container port. Okay, containers name image. നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് എറർ എന്ന് നോക്കാം. റെപ്ലിക്ക സെറ്റ് ടെംപ്ലേറ്റ്സിൽ മെറ്റാഡാറ്റ ലേബൽസ് അല്ലേ, ലേബൽസ് നമ്മൾ കൊടുത്തു ടിയർ, അത് കഴിഞ്ഞാൽ സ്പെക്ക്, കണ്ടെയ്നേഴ്സ് നെയിം മൈ എൻജിനിക്സ്, ഇമേജ് എൻജിനിക്സ് ആൽപൈൻ, പോർട്സ് കണ്ടെയ്നർ പോർട്ട്. എന്താണ് ഇഷ്യൂ എന്ന് നോക്കാം. അൺനോൺ ഫീൽഡ് സ്പെക്കിൽ ടെംപ്ലേറ്റിൻ്റെ സ്പെക്കിൽ കണ്ടെയ്നേഴ്സ്. ഓക്കെ, കണ്ടെയ്നർ 0 കണ്ടെയ്നർ പോർട്ട് കണ്ടെയ്നർ പോർട്ടിൻ്റെ പി നമ്മൾ സ്മോൾ ലെറ്ററാണ് ഇട്ടേക്കുന്നത്, അത് ക്യാപിറ്റൽ ലെറ്ററാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഒരു എറർ വന്നു, അത് മനസ്സിലായല്ലോ. kubectl അപ്ലൈ റെപ്ലിക്ക സെറ്റ്. ഇപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ റെപ്ലിക്ക സെറ്റ് ക്രിയേറ്റ് ചെയ്ത്, നമുക്ക് എന്ത് ചെയ്യാം, റെപ്ലിക്ക സെറ്റിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോർട്സ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. kubectl get ports, നമ്മുടെ നെയിം സ്പേസ് മെൻഷൻ ചെയ്യണേ, get ports my app. കണ്ടോ, 3 റെപ്ലിക്ക സെറ്റ് എന്തുണ്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മൾക്ക് kubectl സ്കെയിൽ കമാൻഡൊക്കെ ഉപയോഗിച്ചിട്ട് സ്കെയിൽ ചെയ്യുന്നത് പോസിബിൾ അല്ല. ഓക്കെ, ഇത് എന്തേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെപ്ലിക്ക സെറ്റിന് വലിയ ബുദ്ധിയും വിവരമൊന്നുമില്ല. പുള്ളിക്കാരൻ അതിൽ കൊടുത്ത റൂള് മാത്രം നോക്കത്തുള്ളൂ. ക്യാറ്റ് റെപ്ലിക്ക സെറ്റ്, ഇതിൽ കൊടുത്ത റൂൾ എന്താണ്, അതായത് നമ്മുടെ ലാബിലെ ആപ്പ് എൻജിനിക്സ് ആണ്. ഓക്കെ, അതിന് എത്ര റെപ്ലിക്ക വേണം, 3 റെപ്ലിക്ക വേണം. ഇത് മാത്രം പുള്ളിക്കാരൻ അവിടെ നോക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, kubectl get
kubectl get ports -show labels ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഷോ ലേബൽസ് നമ്മുടെ നെയിം സ്പേസ് മെൻഷൻ ചെയ്യാൻ മറന്ന് മൈ ആപ്പ് കണ്ടോ മൈ ആപ്പ് നമ്മുടെ ലാബിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കണ്ടോ ആപ്പ് എൻജിനിക്സ് അതായത് ഈ ലാബിൽ എത്ര കണ്ടെയ്നർ ഉണ്ടോ അത്രയും കണ്ടെയ്നർ അവിടെ ഉണ്ടോ ഇല്ല അത് റണ്ണിങ് ആണോ പ്രോപ്പറായിട്ട് ഇത്രയും കാര്യങ്ങളാണ് റെപ്ലിക്ക സെറ്റ് നോക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ റെപ്ലിക്ക സെറ്റ് ഡിപ്ലോയ്മെൻറ്റ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മുടെ അപ്ലിക്കേഷൻ നമുക്ക് സ്കെയിൽ ചെയ്യണം, അത് പല രീതിയിലും നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്കത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെപ്ലിക്ക സെറ്റിന് പകരം ഇത്തരത്തിൽ റെപ്ലിക്ക സെറ്റ് നമുക്ക് ഡയറക്റ്റ് ഇതിപ്പോൾ നമ്മൾ റെപ്ലിക്ക സെറ്റ് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് അല്ലേ. അതായത് റെപ്ലിക്ക സെറ്റിൻ്റെ ഒരു മാനിഫെസ്റ്റ് ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ നോർമലി നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ആളാരാണ്? നമ്മുടെ ഡിപ്ലോയ്മെൻ്റ് ആണ് അല്ലേ, ഡിപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഡിപ്ലോയ്മെൻറ്റ് ശരിക്കും ഡിപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്ത് ക്രിയേറ്റ് ആവുന്നുണ്ട്? ഒരു റെപ്ലിക്ക സെറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ എക്സ്പ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു റെപ്ലിക്ക സെറ്റ് ക്രിയേറ്റ് ആവും. കാരണം ഡിപ്ലോയ്മെൻറ്റിൽ നമ്മൾക്കറിയാം നമ്മൾ ഡിപ്ലോയ്മെൻറ്റിലും ലാബിൽ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലി ഒരു റെപ്ലിക്ക സെറ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കോഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഡിപ്ലോയ്മെൻറ്റ് നമ്മളുടെ റെപ്ലിക്ക സെറ്റിനെയും ഇതെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിപ്ലോയ്മെൻറ്റ് റെപ്ലിക്ക സെറ്റിനെ മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെപ്ലിക്ക സെറ്റ് നമ്മുടെ പോഡിനെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നതാണ് എന്ത്, ഓൾവേസ് കിങ് അല്ലാണ്ട് ഓൾവേസ് ബോസ്. പുള്ളിക്കാരനാണ് എൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് റിക്വയർമെൻ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് റെപ്ലിക്ക സെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോഡൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഡിപ്ലോയ്മെൻറ്റാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ. നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഉപയോഗിച്ച് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു റോളിംഗ് അപ്ഡേറ്റ് അല്ലേ, റോളിംഗ് അപ്ഡേറ്റ് നമ്മൾ ശരിക്ക് അത് ചെയ്ത് നോക്കില്ലേ. ഇതുപോലെ തന്നെ റോൾ ബാക്ക് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ഓക്കെ, അതായത് ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയൊരു ഫീച്ചർ ഡെവലപ്പ് ചെയ്തിട്ട് ഞാൻ ഡിപ്ലോയ് ചെയ്തു. ഓക്കെ, പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി, ആ പുതിയ വെർഷനിൽ കുറച്ച് ബഗ് ഉണ്ട്, അല്ലാണ്ടെങ്കിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ പുതിയ വെർഷനെ ജസ്റ്റ് പഴയ വെർഷനിലോട്ട് തന്നെ റോൾ ബാക്ക് ചെയ്യാൻ പറ്റും. ഈ ഫെസിലിറ്റി ഒക്കെ എവിടെ ഉണ്ട്, ഡിപ്ലോയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഫീച്ചേഴ്സാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഡിപ്ലോയ്മെൻറ്റ് കുറച്ചും കൂടി നമ്മൾ റെപ്ലിക്ക സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും പോയിൻ്റൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യുന്നതിനേക്കാളും ഉപരി എന്ത് ചെയ്യുക, ഇത് കൂടുതൽ തവണ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓരോ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റേറ്റ്ഫുൾ സെറ്റും അതുപോലെ ഡീമൻ സെറ്റും ഒക്കെ എന്താണെന്നുള്ള രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.